നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, കൃത്യമായി പറഞ്ഞാൽ തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അസാമിൽ രാഷ്ട്രീയപരമായി പരാജയമുണ്ടായിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ബേസ് വോട്ടിൽ നഷ്ടമൊന്നും വന്നിട്ടില്ല എന്നതും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള ശ്രമമാണ് ജോർഹാട്ടിലെ MP കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. തമിഴ്നാട്ടിൽ കോൺഗ്രസും TVK തമിഴക വെട്രിക്കഴകവുമായിട്ടുള്ള സഖ്യം, DMK-യുമായുള്ള സഖ്യം ഉപേക്ഷിക്കുന്നു. പക്ഷേ ചില MLA-മാർ വിമത സ്വരം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് പോകുമെന്ന വാശിയിൽ തന്നെ നിൽക്കുകയാണ്. DMK ഇനി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത മങ്ങലിലാണ് എന്ന് മനസ്സിലാക്കിയുള്ള നീക്കമാണ് അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായി തന്നെ ബംഗാളിലും പ്രതിപക്ഷ MLA-മാർ MP-മാർ തൃണമൂൽ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതിൻ്റെ സൂചനകൾ വരികയാണ്. കോൺഗ്രസിൽ എന്തുകൊണ്ടും ഈ കാര്യങ്ങളെല്ലാം വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ ആകാംക്ഷയും ഉയർത്തുന്ന സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമായിരിക്കെ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു കൊല്ലത്തിനകം സമ്പൂർണമായ പതനം ഈ ക്യാബിനറ്റിനുണ്ടാകും എന്നുള്ളതാണ്. ഇത് ചെറുതായി ഒന്നുമല്ല BJP നേതൃത്വത്തെ ബാധിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിലൊരു സംഘടന രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭം, അതിൻ്റെ അലയൊലികൾ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക നഗര കേന്ദ്രങ്ങളിലേക്കും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അഭ്യസ്ത വിദ്യരായവർ സംഘടിതമായി നീങ്ങിയാൽ വലിയ തോതിൽ BJPക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കപ്പെടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. NDA കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന് അമിത്ഷായും അതുപോലെ സംഘടനാ നേതാക്കളും ആഴിയേക്ക് 40 വട്ടം പറയുന്നുണ്ട് എങ്കിൽ പോലും യാഥാർത്ഥ്യം എന്തെന്നാൽ അവർക്ക് ചില കാര്യങ്ങളിൽ നല്ല പോലെ ഭയമുണ്ട്. കോൺഗ്രസ്സിന് തളർച്ചയിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചുവരവ് നടത്താനുള്ള കെൽപ്പുണ്ട് എന്ന് ഏറ്റവും നന്നായി അറിയുന്ന മനുഷ്യൻ തന്നെയാണ് അമിത്ഷാ. ഗുജറാത്തിൽ ഒരു തീക്കനൽ പോലെ അടിത്തട്ടിൽ ഇങ്ങനെ കോൺഗ്രസ് അണയാതെ ജ്വലിച്ചു തന്നെ നിൽക്കുകയാണ്. അവിടെ മുഖ്യ പ്രതിപക്ഷം എന്ന ലേബൽ തുടച്ചു നീക്കാനൊന്നും BJPക്ക് കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ബംഗാളിൽ മമതയെ തുടച്ചു നീക്കി, ഇടതുപക്ഷത്തെ തുടച്ചു നീക്കി. പക്ഷേ BJP പ്രതിപക്ഷത്തായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നും അവിടെ നിന്നും ആ ബേസ് വോട്ട് തുടച്ചു നീക്കാനോ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനോ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നടന്ന സംസ്ഥാനങ്ങളിലെ ബേസ് വോട്ടും വിമത MLA-മാരും കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് BJPക്ക് എന്തുകൊണ്ടും അത് ബുദ്ധിമുട്ടാക്കി മാറുന്നത്. അന്നാമലെ പോലുള്ളവർ BJP വിടുന്നതിൻ്റെ തന്നെ യഥാർത്ഥ കാര്യം കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നതുകൊണ്ടാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പ്രവചിച്ചവർക്ക് തിരിച്ചടികൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ്.